ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അഖിൽ NRDയെ അറിയാത്ത മലയാളികൾ വളരെ ചുരുക്കമാണ്. കാരണം മറ്റൊന്നുമല്ല, അഖിലിന്റെ കോമഡി റീലുകൾ നിരന്തരം നമ്മുടെ എല്ലാം ഇൻസ്റ്റാഗ്രാം ഫീഡിലും യൂട്യൂബ് ഫീഡിലും ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അഖിലിന്റെ പേരറിയില്ലെങ്കിൽ പോലും അഖിലിന്റെ വീഡിയോസ് കാണാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ ഭാര്യ മേഘയും അതേപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാം ഒന്നിച്ചുള്ള കോമഡി റീലുകൾ നമ്മളെല്ലാവരും ആസ്വദിക്കാറുണ്ട്. കുട്ടികളാണ് ഏറ്റവും അധികം അഖിൽ NRDയുടെ വീഡിയോസ് കാണാറുള്ളത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കോമഡി കണ്ടന്റുകളാണ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഈ അടുത്തിടെ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. ആ സിനിമ ഒരു പരാജയമായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്വപ്നമായ സിനിമ എന്ന് പറയുന്ന ലക്ഷ്യം അദ്ദേഹം നേടിയെടുത്തു. എന്തായാലും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന അഖിൽ NRDയുടെ ജീവിതത്തിൽ ഒരു തിരിച്ചടി അദ്ദേഹം നേരിട്ടു എന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ മേഘ ഒളിച്ചോടിപ്പോയി എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യണ്ട എന്ന് ഞാൻ ആദ്യം കരുതിയതാണ്. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് ഈ ഒരു ടോപ്പിക് എടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഷഹലയുടെ കേസ് വന്നപ്പോഴത്തേന്ന് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷേ കുറച്ചധികം വീഡിയോസ് കണ്ടു. അത് കണ്ടപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇമാതിരി കണ്ണതിരിവ് കാണിക്കുന്ന ഇവളുമാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. എന്തായാലും അഖിൽ NRDയുടെ വിവാഹം അതൊരു പ്രണയ വിവാഹമായിരുന്നു. അതിനെക്കുറിച്ച് അഖിൽ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ആ. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയില്. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. ആ. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ എന്നാലും പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം ഉണ്ടത്. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ. പിന്നെ അവർ സംസാരിച്ചു. ഞാൻ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാ. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും കൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും, അല്ലേ, ആവാൻ പറ്റുന്നത്. സോ ഈ ചെറുപ്പക്കാരന് ഭയങ്കര വിശ്വാസമായിരുന്നു ഇയാളുടെ ഭാര്യനെ, മേഘയെ. കാരണം പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. എല്ലാ കാര്യത്തിനും തന്റെ കൂടെ തന്റെ ഭാര്യ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം അയാളിൽ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസതയാണ് ഇവള് ചൂഷണം ചെയ്തത്. സോ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടും, അത് ആണായാലും പെണ്ണായാലും, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾക്ക് വിവാഹശേഷം ഒരു അഫയർ ഉണ്ടാവുന്നത് തെറ്റൊന്നുമല്ല. അങ്ങനെ പുതിയൊരു പാർട്ട്ണർ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾക്കൊപ്പം ജീവിക്കണമെന്ന് തോന്നുന്നതും തെറ്റല്ല. പക്ഷെ അങ്ങനെ ജീവിക്കാണ്ടിറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് നിലവിലുള്ള വ്യക്തിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അയാളെ ധരിപ്പിച്ച ശേഷം ലീഗലി ഡിവോഴ്സ് വാങ്ങിയ ശേഷം മാത്രമേ മറ്റൊരു പാർട്ട്ണറുടെ കൂട്ടത്തിൽ പോകാവുള്ളൂ. അല്ലാതെ ഇങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ നിങ്ങളെ വിശ്വസിച്ച ഒരു വ്യക്തിനെ കോമാളിയാക്കാണ്ട് ഇട്ടുകൊടുക്കരുത്. മനസ്സിലായോ? ഇപ്പൊ അത് തന്നെയാണ് മേഘ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ പറയുന്ന അഖിൽ അഭിനയിച്ച മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഭാര്യയെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇപ്പൊ ബ്രോന്റെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് ഒരു ഹൈപ്പ് വന്നൊക്കെ പറയുന്നുണ്ട്. ലക്ക് വന്നത്. അപ്പൊ അതേപോലെയാണ് ഇപ്പൊ സിനിമയിലേക്ക് വന്നതൊക്കെ. എങ്ങനെയാണ് വൈഫിനെ കുറിച്ച്? എങ്ങനെ സപ്പോർട്ടീവ് ആണോ കാര്യങ്ങൾ? വൈഫ് സപ്പോർട്ടാണ്. വൈഫ് സപ്പോർട്ട് ചെയ്യുമല്ലോ. എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. വീഡിയോസ് എടുക്കാനും സപ്പോർട്ടാണ്. സിനിമയ്ക്കായാലും അവളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. കല്യാണം 3 വർഷമായില്ലേ? ഇല്ല, 2 കൊല്ലം ആവുന്നുള്ളൂ. ഇത്രത്തോളം ആ പെൺകുട്ടിയെ വിശ്വസിച്ച ഒരു പയ്യനാണ് അവൾ ചതിച്ചിട്ട് പോയത്. നീ എന്ത് പ്രണയമാണ് അവന് കണ്ടതെന്ന് അറിയത്തില്ല. കാരണം നിന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ചവർ തന്നെ ചതിച്ചിട്ട് നീ ഏതോ ഒരു ബസ് കണ്ടക്ടറുടെ കൂടെ ഇറങ്ങിപ്പോയി. ഇടി എന്താടി ഈ പറയുന്ന പ്രണയത്തിന്റെ അർത്ഥം? എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എന്നാലും ഈ പറയുന്ന അഖിലും ഭാര്യയും കൂടി ഒന്നിച്ചുള്ള ഒരു റീലും കൂടി നമുക്ക് കാണാം. ചേട്ടാ, ഇന്ന് ഫുഡ് ഞാൻ ഉണ്ടാക്കട്ടെ? അമ്മയില്ലേ? അമ്മ അമ്പലത്തിൽ പോയി, ഞാൻ ഉണ്ടാക്കി തരാം. ഉണ്ടാക്കാൻ അറിയോ? പിന്നെ ഒരു സ്പെഷ്യൽ ഡിഷ് അങ്ങ് ഉണ്ടാക്കി തരാം. എന്തുവാ? ചമ്മന്തി, തേങ്ങ ചമ്മന്തി. അങ്ങനെയാണെങ്കിൽ തേങ്ങയുടെ കുറച്ച് മാങ്ങ ഇട്ടോ, ചോറിനൂടെ ഒരു പിടിയും കുടിക്കാം. എന്നാ ഒരു 1/2 മണിക്കൂറേ ഞാൻ തേങ്ങ നരക്കട്ടെ.
സമയം എടുത്തു മതി, പതിയെ മതി. ഞാൻ അപ്പോഴത്തേക്ക് കൈ കഴുകിയിട്ടിരിക്കാം. എന്തുവാടാ ഒരു സൗണ്ട്? സോ ഇതൊക്കെയാണ് ഇവരുടെ റീലുകൾ. കുറെ അധികം ക്രിഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ള റീലാണെങ്കിലും കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. കുട്ടികളാണ് ഏറ്റവും അധികം ഓഡിയൻസ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇയാളുടെ റീലുകൾ ചിലതൊന്നും നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെടില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള യുക്തിക്ക് നിരക്കാത്ത കുറച്ചധികം കോമഡികളാണ് പുള്ളി മിക്കവാറും പ്രസന്റ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജിനൂസ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്കൊന്ന് കണ്ടുപോകാം. ഓൻ അനൂപ് എന്ന് പറഞ്ഞിട്ടൊരു ബസ് കണ്ടക്ടർ, പന്തളത്തുള്ള പ്രൈവറ്റ് ബസ്സിലൊരു കണ്ടക്ടറാണ്. സാധാരണ നിലയ്ക്ക് ജീവിക്കുന്ന, സാമ്പത്തിക ശേഷി കുറഞ്ഞ ഒരു പയ്യൻ. ആ ഒരു വിഷയമൊന്നും നമ്മൾ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഏത് രീതിയിൽ ജീവിക്കണം എന്നൊക്കെയുള്ള ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഈ പെൺകുട്ടി കാണിച്ച ഈ ഒരു ചെറ്റത്തരം, ഇത്രയും അധികം ഒരാളെ വിശ്വസിപ്പിച്ച് കൂടെ നിന്നിട്ട് അവസാന നിമിഷം വരെ കൂടെ നിന്നതിന് ശേഷം ചതിക്കുക. ഇവർ തങ്ങൾ ഈ ഒരു വർഷമായിട്ട് വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഫാമിലി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അഖിൽ എന്നാടി എന്ന് പറയുന്ന ഈ ചെറുക്കനെ സംബന്ധിച്ച് അവസാന നിമിഷം വരെ ഇവള് പോകുന്നവരെ, അതായത് 2 ദിവസം മുന്നേ രാത്രി 10 മണിക്ക് ഇവൾ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. മറ്റേ പയ്യൻ കാർ കൊണ്ടുവന്ന് ആ കാറിൽ കയറി ബാഗ് എടുത്ത് ഇവള് പോയെന്നാണ് പറയുന്നത്. അതിനുശേഷം നൂറനാട് പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ഇവരെ എല്ലാരെയും വിളിപ്പിച്ചു. അവിടെ വെച്ച് ഈ പെങ്കൊച്ച് പറഞ്ഞ് എനിക്ക് ഈ പറഞ്ഞ അനൂപിന്റെ കൂടെ പോയാൽ മതിയെന്ന് പറഞ്ഞ് അവരെ അവരുടെ ഇഷ്ടത്തിന് വിടുമായിരുന്നു. അഖിൽ സോ ഗൈസ്, ഇതാണ് ജിനൂസ് പറയുന്നത്. അതായത് സംഭവം റിയൽ ആണ്, കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്, ഒരുത്തനെ കോമാളിയാക്കിയിട്ട് നീ ഒന്നും നേടുന്നില്ല, മനസ്സിലായോ? അവനെ നാട്ടുകാരുടെ മുന്നിൽ കളിയാക്കി ചിരിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് വലിച്ചെറിഞ്ഞു കൊടുത്തപ്പോൾ നിന്റെ നെഞ്ചത്തെ കഞ്ഞി ഇറങ്ങിയോടി പന്നം. ശരി, എന്നാ ഓക്കെ ബൈ.